ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഭാപിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, സുവിശേഷ പ്രഘോഷകർ, മിഷണറീസിനൊക്കെ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ ചിലപ്പം ഈ പല ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അച്ഛന്മാരെക്കുറിച്ചും സന്യസ്തരെക്കുറിച്ചും വചനപ്രഘോഷകരെക്കുറിച്ചും കുറിച്ച് മീംസ് വരെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളും അവരുടെ കൂടെ ഇരുന്ന് അവരെ ജഡ്ജ് ചെയ്യാനാണ് നോക്കുന്നത്. ശരിക്കും ജഡ്ജ് ചെയ്യാനൊക്കെ നമുക്ക് അവകാശമുണ്ടോ എന്നും കൂടെ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ശരിക്കും പൗലോസ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ സത്യം പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നുണ്ട് ആ സഭയോട്. അതായത് അവർ വാ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കവാടം അവർക്ക് തുറന്നു കിട്ടാനും ക്രിസ്തു എന്ന സത്യം പ്രഘോഷിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥന, അതായത് എപ്പോഴും കൃതജ്ഞതാപരിതരായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ വരുന്നത്. നമ്മൾ ഇവരൊക്കെ ഈ ഒരു വൊക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഈശോയെ പ്രഘോഷിക്കാൻ എടുത്തതിന് നമ്മൾ ശരിക്കും ഇവരോട് നന്ദിയുള്ളവരായിരിക്കണം. അതിലുപരി അവർ അതിൽ പിടിച്ചു നിൽക്കാൻ, അതിൽ സ്ഥിരതയോടെ മുന്നേറാൻ, ഏതൊരു ഇതും ചാലഞ്ചസും ഫേസ് ചെയ്യാനുള്ളൊരു അവർക്ക് ശക്തി വരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഒത്തിരി ഒത്തിരി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഭയങ്കര എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇച്ചിരിയും കൂടെ ആവശ്യമാണ്. പിന്നെ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കൂ എന്ന് പറയും. അവരെടുക്കുന്ന ആ വൊക്കേഷൻ, അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട്, അതിന് ഒരു ഫലം വേണം. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിനും നമ്മുടെ സഹായം വേണം. അപ്പം നമ്മളിപ്പോൾ ഇച്ചിരി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ തീക്ഷ്ണതയെടുത്ത് അവരോട് പ്രാർത്ഥിക്കാം. അവരുടെ വൊക്കേഷനിൽ അവർക്ക് നിൽക്കാനും അവരെ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ. ഇങ്ങനെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ശരിക്കും ഈശോയും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് പരീക്ഷണങ്ങൾ, ഈശോയെ പ്രതിഘോഷിക്കുന്ന ഇവർക്ക് ഓരോരുത്തരും ഒത്തിരി പരീക്ഷണങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. ചിലതൊക്കെ അവർക്ക് എന്താ പറയുക, തരണം ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ സ്ഥലങ്ങളിൽ അവർ എന്താ പറയുക, പലപ്പോഴും നിർത്തിവെച്ച് പോകേണ്ട ചില അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ബലം കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയാവട്ടെ. എസ്പെഷ്യലി നമ്മളിപ്പം ഈ ഒരു ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കുറച്ചും കൂടെ ഓർക്കുക, കുറച്ചും കൂടെ അവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഓർക്കണം. നമുക്കൊരു പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ.